ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹോം മെയ്ഡായിട്ട് ഡൈ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നരച്ച മുടി എല്ലാവർക്കുമുള്ള പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് നരച്ച മുടി എന്ന് പറയുന്നത്. പ്രായമാകുമ്പോൾ മുടി നരയ്ക്കുന്നത് സ്വാഭാവിക പ്രക്രിയയാണ്. പക്ഷേ ചെറുപ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്നത് പലരെയും വിഷമിപ്പിക്കാറുണ്ട്. അകാല നിറം മാറ്റാൻ പലതരത്തിലുള്ള മരുന്നുകളും വിദ്യകളും പരീക്ഷിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. പോഷകക്കുറവും പാരമ്പര്യം, അതേ കണക്ക് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം മുടി നരയ്ക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ്. ഒരു 60% പാരമ്പര്യ നരയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അത്തരത്തിലുള്ള നരച്ച മുടിയെ കറുപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും മുടി നരയ്ക്കുന്നതിൻ്റെ വേഗത കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് കീഴാനെല്ലി. കീഴാനെല്ലിയുടെ ഇലയും തണ്ടും അതുപോലെ തന്നെ അതിൻ്റെ വേരും ഒക്കെ നമുക്ക് മുടി കറുപ്പിക്കാനും മുടി വളരാനൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. സാധാരണ നെല്ലിയുടെ ഇലകളോട് സാമ്യമുള്ള ഇതിൻ്റെ കായ നെല്ലിക്കയുടെ ചെറുരൂപം പോലെയാണെന്ന് പറയാം. എന്നാൽ ഇലക്കടിയിലാണ് ഇതിൻ്റെ കായകൾ കാണപ്പെടുന്നത്. ഇതാണ് കീഴാനെല്ലി എന്നും പേര് വരാൻ ഇതിന് കാരണം. ഇത് പല രൂപത്തിലും മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് കറിവേപ്പിലയാണ്. മുടി വളർച്ചയെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കറിവേപ്പില. നമ്മുടെ ഭക്ഷണത്തിൻ്റെ രുചിയും സുഗന്ധവും കൂട്ടുന്നത് പോലെ തന്നെ നമ്മുടെ മുടി വളരാനും ആരോഗ്യമുള്ളതാക്കാനും കറിവേപ്പിലയ്ക്ക് കഴിയുന്നുണ്ട്. കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും അയണും മുടി കൊഴിച്ച് തടയാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും സഹായിക്കുന്നുണ്ട്. അടുത്തത് പനിക്കൂർക്ക ഇലയാണ്. പനിക്കൂർക്ക ഇല എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. കർപ്പൂരവല്ലി എന്നും വിളിക്കാറുണ്ട് ഇതിനെ. പനിക്കൂർക്കയുടെ ഇലയുടെ നീര് നമ്മൾ ചെറിയ കുട്ടികൾക്ക് പനി വരുമ്പോൾ കഫത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒക്കെ കൊടുക്കാറുണ്ട്. അതിന് മാത്രമല്ല പനിക്കൂർക്ക കൊണ്ട് ഉപയോഗം. നരച്ച മുടിയെ നല്ലപോലെ കറുപ്പിക്കാൻ, മുടിക്ക് നല്ല കരുത്തും മുടി കൊഴിച്ചിലും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് പനിക്കൂർക്ക നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തത് നെല്ലിക്കാപ്പൊടിയാണ്. മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച പ്രതിവിധിയാണ് നെല്ലിക്കാപ്പൊടി. ഇത് മുടിയെ പോഷിപ്പിക്കുന്നതിനും താരൻ കുറയ്ക്കുന്നതിനും മുടി വളരാനും അതുപോലെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ നല്ല പോലെ നെല്ലിക്കാപ്പൊടി സഹായിക്കുന്നുണ്ട്. ഇനി കുറച്ച് കടുകും കൂടി വേണം. താരൻ അല്ലെങ്കിൽ ഫംഗൽ പോലുള്ള തലയോട്ടിയിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കടുക് അരച്ച് തേച്ചാൽ മതി. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, പ്രോട്ടീനുകളൊക്കെ ഈ കടുകിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം മുടിയെ ശക്തിപ്പെടുത്തുന്നതിനും ഇത് മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും അകാല നിറം ഇല്ലാതാക്കാനൊക്കെ കടുക് നല്ല പോലെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് നമ്മുടെ ഈ കടുക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം അതിനനുസരിച്ച് നമുക്ക് കരിയാതെ നമുക്ക് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് കുറച്ച് ഒരു കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊക്കെ നന്നായിട്ട് വറുത്തെടുക്കണം. ഞാൻ പറഞ്ഞ പോലെ കടുക് എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്ന ഒരു സാധനമാണ് കടുക്. അതുപോലെ തന്നെ നമുക്ക് താരൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കടുക് നല്ല പോലെ അരച്ച് തലയിൽ തേച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടാവുന്നതാണ്. ഫംഗൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ താരൻ കൊണ്ട് നല്ല പോലെ ഇങ്ങനെ താരൻ പ്രശ്നം കൊണ്ട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് ഈ ഒരു കടുക് നമുക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു റിസൾട്ട് കാണാൻ കഴിയുന്നതാണ്. അപ്പം ഇത് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നല്ല പോലെ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് പൊടിക്കാൻ പാകത്തിൽ നല്ല പോലെ ഇങ്ങനെ ഡ്രൈ ആയി കിട്ടണം. പിന്നെ നമുക്ക് ബാക്കിയുള്ള കൂർക്കയിലയും അതുപോലെ തന്നെ നമ്മുടെ കീഴാനെല്ലിയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. കീഴാനെല്ലീൻ്റെ ഞാൻ തണ്ടും വേരിപ്പം എടുക്കുന്നില്ല, കാരണം നമുക്കതൊന്ന് അരച്ചെടുക്കേണ്ട ആയതുകൊണ്ട് ഞാനിപ്പം എടുക്കുന്നില്ല. അതിൻ്റെ ഇലകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇതെല്ലാം നമുക്ക് നല്ല പോലെ ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ഞാനത് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പം പൊടിക്കേണ്ട പാകത്തിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമുക്ക് ഇതൊക്കെ നല്ല പോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം.
പൊടിച്ചിട്ട് നമുക്കൊന്ന് അരിച്ച് എടുക്കാൻ ഒരു നല്ല അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് കുറച്ചും കൂടി ഒന്ന് ഒരു ഡ്രൈ ആവാനുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. കരിയാണ്ട് സൂക്ഷിക്കണം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ സമയങ്ങളിൽ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകും, അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പം ഡ്രൈ ആയി കിട്ടണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ കയ്യിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്ന ഒരു രൂപത്തിലായിരിക്കണം നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കേണ്ടത്. നമുക്കിനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. അരിച്ചെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇതിപ്പം കുറച്ച് ചെറിയൊരു തരി ഉണ്ടാവും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അരിച്ചിട്ടെടുക്കാൻ പറ്റുന്നവർ അരിച്ചിട്ടെടുക്കാം. ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ തന്നെ നല്ല കളറ് പറ്റുന്നുണ്ട്. അടുത്ത് നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോർമൽ വാട്ടറിലല്ല ഇത് മിക്സ് ചെയ്യുന്നത്, നമ്മുടെ ചായപ്പൊടിയുടെ വെള്ളത്തിലാണ്. അപ്പോൾ ഒരു 2 സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിന്. അപ്പോൾ അത് നല്ല പോലെ നമുക്ക് കുറുക്കി നമുക്കൊരു 1/2 ഗ്ലാസ് രൂപത്തിലേക്ക് എടുക്കണം. അപ്പോൾ നല്ല പോലെ അത് തിളച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായ നെല്ലിക്കാപ്പൊടിയില്ലേ, ഒരു നെല്ലിക്കാപ്പൊടി ഒരു 2 സ്പൂൺ നെല്ലിക്കാപ്പൊടി. മുടിയുടെ ലെങ്ത് അനുസരിച്ച് നമുക്കിത് കൂട്ടും കുറക്കും ചെയ്യാം, അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നെല്ലിക്കാപ്പൊടി എടുക്കാം. ഞാൻ ഇതൊരു 2 സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നേരത്തെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായ നമ്മുടെ ആ ഒരു കടുകും അത് പൊടിച്ച് വെച്ച ഒരു ഡബ്ബയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1-2 സ്പൂണ് ഈ ഒരു പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതേപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ യൂസ് ചെയ്യാം. 1 മാസത്തോളം നിൽക്കും, പക്ഷെ അതൊരു എയർ ടൈറ്റിൽ തന്നെ വെക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചായപ്പൊടിയുടെ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാക്ക് നമ്മുടെ മുടിയിൽ 1 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനിത് ഇന്നത്തെ ആവശ്യത്തിന് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം നമ്മുടെ ചെറിയൊരു മുടി, ചെറിയ അകാല നര, ചെറിയ രീതിയിലുള്ള മുടിയിലാണെങ്കിൽ നമുക്കിതിപ്പം ഒരു അരമണിക്കൂർ ഇത് ഒന്ന് വെച്ചിട്ട് സെറ്റ് ആയതിനു ശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഒരു നല്ല പോലെ നരയുള്ള മുടിക്കാണെങ്കിൽ നമ്മളിത് ഇന്ന് ഒന്ന് തേക്കരുത്. ഇന്ന് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലായിട്ടും വെച്ചിട്ട്, അല്ലെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലെങ്കിൽ ഒരു ഇരുമ്പ് ആണിയൊക്കെ ഇതിൽ ഒന്ന് ഇട്ട് വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ചെറിയൊരു അകാല നരയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ ഹെയറിലാണ് ഞാനിപ്പം നമ്മുടെ പാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ച് നര അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ഹെയറിൽ നമുക്ക് യൂസ് ചെയ്ത് എങ്ങനെ റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ചായപ്പൊടിയുടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ലൂസാക്കി എടുക്കാം. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം നമ്മുടെ കെമിക്കൽ ഹെയർ ഡൈക്ക് നല്ല റിസൾട്ട് ആയിരിക്കും, പക്ഷേ അത് യൂസ് ചെയ്യുമ്പം നല്ല പോലെ സ്കിന്ന് അലർജി, ചൊറിച്ചലും അതുപോലെ തലവേദനയൊക്കെ ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട് നമുക്ക് ചുറ്റും. അപ്പം അത് നമ്മുടെ ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ആ ഒരു റിസ്ക് ഏറ്റെടുത്തിട്ട് വേണം നമ്മൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമല്ല നമ്മുടെ അടുത്ത പ്രാവശ്യം നമ്മൾ എന്താ പറയുക, നല്ല പോലെ നമ്മളെ കറുത്ത മുടി വരെ നമുക്ക് വെളുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വൈറ്റ് ഹെയർ ഇരട്ടിയായിട്ട് നമുക്ക് പിന്നെ വന്നതുപോലെ തോന്നും. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഹെയർ ഡൈ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എണ്ണമയമുള്ള മുടിയിൽ നമുക്ക് ചെയ്യരുത്. ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ ഷാമ്പു യൂസ് ചെയ്തിട്ടാണ്ട് എണ്ണമയം കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടി, എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മുടിയിൽ ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല റിസൾട്ടാണ്, ഒരു പ്രശ്നവുമില്ല. നല്ല പോലെ നമുക്ക് കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇനിയുള്ള ഹെയർ ഒരിക്കലും നമുക്ക് നരയായിട്ട് വരില്ല, നമ്മളെ ബ്ലാക്ക് ആയിട്ട് തന്നെ വരും. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നമുക്ക് അകാല നരം മെല്ലെ നമുക്ക് ഒഴിവാക്കാനും പറ്റുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.